സംസ്ഥാന സർക്കാരിന്റെ പുതിയ ടൂറിസം നയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു. തദ്ദേശവാസികൾക്ക് വിനോദസഞ്ചാരത്തിന്റെ പ്രയോജനങ്ങൾ ലഭ്യമാക്കുന്നതും ടൂറിസം മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപങ്ങൾ ക്ഷണിക്കുന്നതുമാണ് പുതിയ നയം. തദ്ദേശവാസികൾക്ക് വിനോദസഞ്ചാരത്തിന്റെ പ്രയോജനങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലാണ് പുതിയ ടൂറിസം നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാരിസ്ഥിതിക പരിഗണനകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ വ്യവസായ നിക്ഷേപങ്ങൾ ക്ഷണിക്കും. കേരളത്തെ ടൂറിസം മേഖലയിലെ ശ്രദ്ധേയമായ ഒരു ആഗോള ബ്രാൻഡായി ഉയർത്തും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും പദ്ധതികളുണ്ട്. മുഖ്യമന്ത്രി അധ്യക്ഷനായും ടൂറിസം മന്ത്രി ഉപാധ്യക്ഷനായും ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ടൂറിസത്തിനു വേണ്ടി രൂപീകരിക്കും. മറ്റു വകുപ്പ് മന്ത്രിമാർ അംഗങ്ങളായ ഈ കമ്മിറ്റിയായിരിക്കും ടൂറിസം മേഖലയിലെ സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുക. മുഴുവൻ പൊട്ടൻഷ്യലും നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇൻഡസ്ട്രിയുടെ ഒരു വലിയ സപ്പോർട്ട് നമുക്ക് ടൂറിസം രംഗത്തുണ്ട്. ടൂറിസം എന്ന് പറയുമ്പോൾ തന്നെ ടൂറിസം ഇൻഡസ്ട്രിക്ക് പ്രൈവറ്റ് ഇൻഡസ്ട്രിക്ക് വലിയ റോളുണ്ട്. ആ പ്രൈവറ്റ് ഇൻഡസ്ട്രിയുമായി കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം മാർക്കറ്റിംഗ് രംഗത്തും അതുപോലെ തന്നെ മറ്റു മേഖലയിലുമൊക്കെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുക. ടൂറിസം കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുക, വേമ്പനാട്ടു കായലിന് പുറമെ മറ്റു കായലിലേക്കും ഹൗസ് ബോട്ട് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക, സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്നീ കാര്യങ്ങളും നയത്തിലുണ്ട്. കൂടാതെ ഹർത്താലുകളിൽ നിന്നും ടൂറിസം മേഖലയെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളും ഹോം സ്റ്റേകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി റെസിഡൻഷ്യൽ താരിഫ് നിരക്കിൽ വൈദ്യുതിയും വെള്ളവും ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. ഈ വർഷം 170 കോടി രൂപ ടൂറിസം മേഖലയിൽ ചെലവഴിക്കാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം. ബുദ്ധിമാന്ദ്യമുള്ള ബധിരമുഖ ദളിത് യുവാവിനെ